ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുദീപ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നിട്ടുള്ള നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിയുടെ സിലബസ് വന്നു കഴിഞ്ഞു. നമുക്കറിയാം മുൻപുണ്ടായിരുന്ന സിലബസ് പോലെ തന്നെയാണ്. വലിയ മാറ്റമൊന്നുമില്ല. ഒരു മികച്ച യൂണിഫോം പോസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ഓറിയന്റേഷൻ പോലെയാണ് ഞാൻ എടുക്കുന്നത്. പക്ഷെ ഓറിയന്റേഷൻ അല്ല, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരില്ല. കാരണം നമുക്കറിയാം ദിസ് എ പ്ലിത്തോറ ഓഫ് മെറ്റീരിയൽസ്. ഗൈഡ് ആണെങ്കിൽ ഗൈഡ്, ബുക്ക് ആണെങ്കിൽ ബുക്ക്, യൂട്യൂബിലെ ക്ലാസ് ആണെങ്കിൽ ക്ലാസ്, ഇഷ്ടം പോലെയുണ്ട്. അതിലേത് ചൂസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എങ്ങനെ തീരുമാനിക്കണം? ബുക്കിന്റെ വലിപ്പം കണ്ടിട്ടല്ല. ഈ തടിയുള്ള പുസ്തകം ഉണ്ടാവും. ആ തടിയുള്ള പുസ്തകത്തിലെ 3-4 പേജ് ചിലപ്പോൾ സിലബസിൽ ഉണ്ടാവുള്ളൂ. സോ അപ് ടു റൈറ്റ് ആയിട്ട് സിലബസ് കൃത്യമായി പഠിപ്പിച്ച് ഏറ്റവും മികച്ച PYQs ഡിസ്കസ് ചെയ്ത് PYQs വെച്ചിട്ടാണ് ഞാൻ ക്ലാസ്സസ് ഫ്രെയിം ചെയ്തിരുന്നത് കേട്ടോ. ഞാൻ ആദ്യം ഇതിന്റെ ഒരു സിലബസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ PYQs എടുത്ത് റെഫർ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ്സും സ്ലൈഡും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരു മുൻധാരണകളും ഇല്ലാതെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിന് ഒരു 15 ദിവസം മുമ്പെങ്കിലും ഫുൾ സിലബസ് നമ്മൾ തീർത്തു തരും. പിന്നെ അതിന്റെ റിവിഷൻ ടെസ്റ്റ്, ഫുൾ ടെസ്റ്റ്, യൂണിറ്റ് വൈസ് ടെസ്റ്റ്, അങ്ങനെയാണ് അത് പിന്നെ പോവുക. അപ്പൊ ഏറ്റവും ഗംഭീരമായിട്ട് ക്ലാസ് തീർത്തു തരാനുള്ള ഒരു സ്ട്രാറ്റജി ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ പേര് അഡ്വക്കേറ്റ് റെനിൽ രാജു എന്നാണ്. ഞാനായിരിക്കും നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് എടുക്കുക. അപ്പൊ ഇതിന്റെ സിലബസ് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള സിലബസ് ആണ്. എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിയുടെ ഹിസ്റ്ററിന്റെ, ജോഗ്രഫിന്റെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ, അതിനൊക്കെ നമുക്ക് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് തന്നെയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് വരുമ്പോഴാണ് നമ്മുടെ മാറ്റർ വരിക. അതിന്റെ ഇടയിൽ തന്നെ അതെ ഇവിടെ ഒരു 30 മാർക്ക് ഉണ്ട് കേട്ടോ. പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു 30 മാർക്ക് ഉണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അതാണ് റാങ്ക് ഡിസൈഡിങ്. അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതിൽ നിന്നൊരു 30 മാർക്കും ബാക്കി എല്ലാത്തിൽ നിന്നും കൂടി 20 മാർക്കും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് ഒരു 15 മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്നേ. ഞാൻ ഇപ്പോഴും പറയാം കേട്ടോ. സ്പെഷ്യൽ ടോപ്പിക്കിൽ 20 കിട്ടും. 20 മേടിക്കാൻ ഞങ്ങൾ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് PSC ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പരസ്യം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ LLB പഠിച്ച മനുഷ്യനാണ്. LLB പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. എത്ര ഭംഗിയായി നമ്മൾ നിയമം അപ്ലൈ ചെയ്താലും എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ചില തെറ്റുകൾ വരും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 20 നിങ്ങൾക്ക് ഉറപ്പായും എന്റെ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് ഞാൻ തരുന്ന മെറ്റീരിയലുകൾ കൃത്യമായി പഠിച്ച് ടെസ്റ്റുകളൊക്കെ കൃത്യമായി എഴുതിയാൽ എനിക്ക് ഉറപ്പ് തരാൻ കഴിയുന്നത് ഒരു 15 മുതൽ 17 വരെ ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഒരു നിയമവും നമുക്ക് പൂർണ്ണമായിട്ട് പഠിച്ച് തീരാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ തന്നാൽ അവനെ കൊണ്ട് ഒരു നിയമം, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏതാണ്ട് 4000-ന് മുകളിൽ ആക്റ്റീവ് നിയമങ്ങൾ ഉണ്ട് എന്നാണ് പറയുക. ആ 4000-ന് മുകളിലുള്ള ആക്റ്റീവ് നിയമങ്ങൾ വിട്. നിങ്ങൾക്ക് ഒരു 60 വയസ്സ് ആയുസ് തന്നാൽ ഒരു നിയമം മുഴുവനായിട്ട് പഠിച്ചു തീർക്കാൻ കഴിയില്ല. കാരണം അത്രയും വലുതാണ് നിയമം. അപ്പൊ അതുകൊണ്ട് എന്താണ് ഞാൻ പറയുന്നത്, ഒരു 15 മുതൽ ഒരു 15 to 17 ക്വസ്റ്റ്യൻസ് വരെ എനിക്ക് അഷ്യൂർ ചെയ്യാൻ കഴിയും. കാരണം ഞാൻ അത്രയും ഡീപ്പ് ഓറിയന്റഡ് ആയി സിലബസും PYQസും വെച്ചുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്ലാസ്സസ് ഫ്രെയിം ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് PYQസിലേക്ക് പോകാം. പിന്നെ എന്റെ ക്ലാസ്സിന്റെ ഒരു സവിശേഷത കൂടി പറഞ്ഞുതരാം കേട്ടോ. ഞാൻ നിങ്ങളെ കേവലം ഇത് പഠിക്കാൻ, ഒരു പരീക്ഷ പാസ്സാവാൻ വേണ്ടി നിയമം പഠിപ്പിക്കുന്ന ആളല്ല. പിള്ളേർ പരീക്ഷ പാസ്സാവാൻ വേണ്ടി എന്തെങ്കിലും അൽക്കുലത്ത് പഠിപ്പിച്ചു വെക്കുന്ന ഒരാളല്ല. കാരണം ഈ അബ്കാരി നിയമമാണ് എങ്കിലും, NDPS ആണ് എങ്കിലും, കോപ്റ്റ ആക്ട് ആണ് എങ്കിലും, ഇതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഞാൻ കോടതിയിൽ നിത്യോപയോഗ സാധനം എന്ന നിലയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പം നിങ്ങളെ ഞാൻ കാണുന്നത് എന്താണ്, ഒരു എക്സൈസ് ഉദ്യോഗസ്ഥരായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത് ഇനിയും ആവശ്യം വരും. അപ്പോൾ ആ ഒരു ലെവലിലുള്ള പഠിപ്പിക്കലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഓരോ ടോപ്പിക് എടുത്തിട്ട് മൊഡ്യൂൾ 1 ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ഇന്ന സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നു, ഇന്നതൊക്കെയാണ് ഡ്യൂട്ടീസ്, ഇന്നതൊക്കെയാണ് പിഴകൾ, ഇന്നതൊക്കെയാണ് കുറ്റങ്ങൾ എന്ന് പറയുന്ന രീതിയല്ല എന്റേത്. ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ ടു യു. അപ്പൊ നിങ്ങൾ ഇത് ചോദിക്കും, സാർ അത് സിലബസിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമുക്ക് അബ്കാരി ആക്ട് എടുക്കണം. അബ്കാരി ആക്ട് എടുക്കണമെങ്കിൽ എന്താണ് മദ്യം? ഓക്കെ, മദ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ എത്ര ഈ പറയുന്ന എന്താണ് അതിന്റെ
വോളിയത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ് ഓഫ് ആൽക്കഹോൾ കണ്ടന്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസ് വരുമ്പം എത്ര ml രക്തത്തിലാകാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇപ്പൊ അബ്കാരി നിയമം എടുക്കുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ പറയണം. കാരണം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് അബ്കാരി നിയമത്തിൽ മാത്രമല്ല മോട്ടോർ വെഹിക്കിൾ ആക്ടിലും പറയുന്നുണ്ട്. ഇതിൽ രണ്ടിലും മാത്രമല്ല പീനൽ കോഡിലും പറയുന്നുണ്ട്. റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് ബൈ യൂസ് ഓഫ് ഇൻടോക്സിക്കന്റ് മെറ്റീരിയൽ. മനസ്സിലായി? ഇത് പരസ്പരം കണക്റ്റഡ് ആണ്. നമ്മൾ ഈ ബുക്കുകൾ അല്ലെങ്കിൽ ഗൈഡുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമേ കിട്ടത്തുള്ളൂ. ഇനി എന്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്തേക്ക് എത്തി. അപ്പൊ ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ള 3 ആക്ടുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് അബ്കാരി ആക്ട്, ഒന്ന് അബ്കാരി ആക്ട്, ഒന്ന് അബ്കാരി നിയമം, രണ്ട് NDPS ആക്ട്, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എന്ന് പറയുന്ന NDPS ആക്ട്. അപ്പൊ നിങ്ങൾ കരുതി NDPS ആക്ടിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുമോ? ഇവിടെ ഡയറക്റ്റ് വന്നാലും ഇല്ലെങ്കിലും ഈ അബ്കാരി ആക്ട്, NDPS ആക്ട്, കോപ്റ്റ സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട്, ഇതെല്ലാം പരസ്പരം ഒരു മാലയിൽ മുത്തു കോർക്കുന്നത് പോലെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ ചിലപ്പോൾ അബ്കാരി ആക്ടിലെ ചില സെക്ഷൻ അല്ലെങ്കിൽ കോപ്റ്റ, NDPS അടുത്ത് കിടക്കുന്ന കോപ്റ്റയാണ്. കോപ്റ്റ ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പവേഴ്സ് എൻട്രസ്റ്റഡ് വിത്ത് ഇൻസ്പെക്ടേഴ്സ് അണ്ടർ NDPS ആക്ട് ആൻഡ് കോപ്റ്റ ആക്ട്. അപ്പൊ ഞാൻ ഈ NDPS ആക്ടിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കോപ്റ്റ ആക്ടിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ NDPSലേക്ക് പോകും, NDPS ആക്ടിനെ കുറിച്ച് പറയുമ്പോൾ കോപ്റ്റയിലേക്ക് വരും. നിങ്ങൾ ഇങ്ങനെ കരുതരുത് ഇങ്ങനെ വരച്ച് ഇങ്ങനെ 3 വര വരച്ചിട്ട് ഒരാഴ്ചത്തെ ക്ലാസ്സിൽ NDPS ആക്ട് മാത്രം, ഒരാഴ്ചത്തെ ക്ലാസ്സിൽ അബ്കാരി ആക്ട് മാത്രം, ഒരാഴ്ചത്തെ ക്ലാസ്സിൽ കോപ്റ്റ ആക്ട് മാത്രം. അതല്ല, ദാറ്റ് ഈസ് നോട്ട് ദ വേ. ലോ പഠിക്കേണ്ട രീതി അങ്ങനെയല്ല. ചിലപ്പോൾ ചിലരെങ്കിലും SIയുടെ പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ടാവും, SI നെയിംസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. എങ്ങനെയാ? നിങ്ങൾ BNS ഒരാഴ്ച പഠിച്ചു, BNSS ഒരാഴ്ച പഠിച്ചു, പിന്നെ BSA ഒരാഴ്ച പഠിച്ചു, അങ്ങനെയാണോ? അല്ല. സം സെക്ഷൻസ് ഓഫ് ദി BNS ഷാൽ ബി റെഡ് ഇൻ കൺകറൻസ് വിത്ത് BNS. ഇറ്റ് ഷാൽ ബി റെഡ് ഇൻ കൺകറൻസ് വിത്ത് BSA. അതുപോലെ തന്നെയാണ് ഇതിൽ വരുന്നത്. സം സെക്ഷൻസ് ഓഫ് അബ്കാരി ആക്ട് മസ്റ്റ് ബി റെഡ് വിത്ത് സം സെക്ഷൻസ് ഓഫ് NDPS ആക്ട്. സം സെക്ഷൻസ് ഓഫ് NDPS ആക്ട് ഷുഡ് ബി റെഡ് വിത്ത് സം സെക്ഷൻസ് ഓഫ് കോപ്റ്റ ആക്ട്. മനസ്സിലായോ? ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്, കഞ്ചാവ്, നമ്മൾ സിഗരറ്റ് വിൽക്കാൻ അനുമതിയുള്ള അല്ലെങ്കിൽ സിഗരറ്റ് വിൽക്കാനായിട്ട് പെർമിറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു 100 യാർഡ് റൂൾ ഉണ്ട്. ഒരു ഉദാഹരണം പറയാണ്, 100 യാർഡ് റൂൾ എന്നാണ് പറയുക. അതായത് എക്സൈസ് നിയമത്തിലുള്ളതാണ്, കോപ്റ്റ നിയമത്തിലുള്ളതാണ്. അതായത് ഈ സ്കൂളുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 യാർഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 93 മീറ്റർ എങ്ങാണ്ടാണ് അതിന്റെ കണക്ക്. 100 യാർഡ് ചുറ്റളവിൽ പുകയിലകൾ വിൽക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 100 യാർഡ് കഴിഞ്ഞാൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാമെന്നാണ്. ആ ലൈസൻസ് കൊടുക്കുന്നത് കോപ്റ്റ ആക്ട് പ്രകാരമാണ് ഇതിന് ലൈസൻസ് കൊടുക്കുന്നത്. അപ്പൊ ഈ പുകയില വിൽക്കാൻ ലൈസൻസ് ഉള്ള ഒരാള് കഞ്ചാവോ ചരസോ വിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ കോപ്റ്റ ആക്ട് പ്രകാരം മാത്രമാണ് അയാൾക്കെതിരെ കേസ് എടുക്കുക? അല്ല, അയാൾക്കെതിരെ അപ്പൊ NDPS ആക്ടിലും കേസ് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നിയമത്തിലെ ഒരേ നേച്ചർ ഉള്ള നിയമം എടുക്കുക. അപ്പൊ ഒന്നൊന്നിനോട് ചേർന്നിരിക്കും. വൺ വിൽ നോട്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഫാമിലി നിയമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുള്ള ഫാമിലി ലോ. ഈ ഫാമിലി ലോയിൽ ഇപ്പൊ നമ്മൾ ഡിവോഴ്സ് ആക്ട് എടുത്തു. ഡിവോഴ്സ് ആക്ട് ഒറ്റയ്ക്ക് നിലനിൽക്കില്ല. ഡിവോഴ്സ് ആക്ടിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാലിക്ക് എന്ത് ചെയ്യും? മെയിന്റനൻസ് കംപ്ലൈന്റ് പോകും, മെയിന്റനൻസ് ആക്ട് പ്രകാരമുള്ള കംപ്ലൈന്റ് പോകും, അതിന്റെ പുറകെ ഗാർഡിയൻ ആൻഡ് വാർഡ് ആക്ട് പ്രകാരമുള്ള കംപ്ലൈന്റും പോകും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ നിയമങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ എക്സൈസ് നിയമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഫാമിലി ലോയിലാണെങ്കിലും ക്രിമിനൽ ലോയിലാണെങ്കിലും ഈ പറയുന്ന ഏതൊരു നിയമം എടുത്താലും ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കും. അങ്ങനെ ക്രിമിനൽ ലോ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ 3 ആക്ടുകളാണ്. ഏതൊക്കെയാണ്? അബ്കാരി ആക്ട്, NDPS ആക്ട്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും H സ്കെഡ്യൂൾഡ് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഈ നമ്മുടെ പെത്തഡിൻ, ഒരു സാധനം ഡ്രഗ് ആണോ എന്ന് ചോദിച്ചാൽ ഡ്രഗ് ആണ്, എന്നാൽ അതിന് മെഡിസിനൽ വാല്യൂ ഇല്ല, മെഡിസിനൽ വാല്യൂ ഉണ്ട്. അതിന്റെ ഏറ്റവും മികച്ച എക്സാമ്പിൾ ആണ് പെത്തഡിൻ. ഈ പറയുന്ന എന്താണ് അനസ്തേഷ്യക്കും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന പെത്തഡിൻ. നമ്മൾ കടയിൽ പോയിട്ട് മെഡിക്കൽ സ്റ്റോർ അല്ലെങ്കിൽ ഈ പറയുന്ന സപ്ലൈസിൽ കിട്ടുന്ന സാധനം പെത്തഡിൻ. നമ്മൾ പോയിട്ട് ചേട്ടാ ഒരു അരക്കുപ്പി പെത്തഡിൻ തരണം എന്ന് പറഞ്ഞാൽ തരുമോ?
മെഡിക്കൽ സ്റ്റോറിൽ അല്ലെങ്കിൽ ഈ മെഡിക്കൽ സപ്ലൈസിന്റെ സ്റ്റോർ റൂമിൽ പോയിട്ട് നമ്മൾ പറയാണ് ഒരു അരക്കുപ്പി പെത്തഡിൻ വേണം, തരുവോ? ഇല്ല. നേരെ മറിച്ച് നമ്മൾ പോയിട്ട് പറയണം ചേട്ടാ ഒരു 2 പാരസെറ്റാമോൾ, ഭയങ്കര തലവേദന, അവർ തരുവോ? തരും. അപ്പൊ എന്താ ഒരേ മെഡിക്കൽ സ്റ്റോറിൽ എന്താ നമുക്ക് ഈ മരുന്ന് കിട്ടാത്തത്? ചില മരുന്നുകൾക്ക് എന്താ പ്രിസ്ക്രിപ്ഷൻ വേണ്ടത്? അപ്പൊ അതിനെ പ്രത്യേക സ്കെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെവിടെയാ വരുന്നത്? അത് NDPS ആക്ടിലാണ് വരുന്നത്. ഇനി അതുപോലെ മൂന്നാമത്തത് വെരി പവർഫുൾ ആക്ട്. ഓക്കെ, ലോക്കൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ അധികാരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആക്ട് ആണ് കോപ്റ്റ ആക്ട്, സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട്, കോപ്റ്റ. ഓക്കെ, കോറ്റ്പ, സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട്, കോറ്റ്പ. ഇത് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഈ മുഴുവൻ പേര് തന്നെയാണ് പറയാറ്, സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട്. ഇപ്പൊ ഈ മറ്റേ തമ്പാക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ ഇതിന്റെ ചുണ്ടിന്റെ ഇടയിൽ വെക്കുന്നത്. അത് കേരളത്തിൽ വിൽക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? അത് നിരോധിച്ചു. അപ്പൊ അത് വിറ്റ് കഴിഞ്ഞാലോ? അത് വിറ്റ് കഴിഞ്ഞ് ഏത് നിയമപ്രകാരം കേസെടുക്കും? കോറ്റ്പയിൽ കേസെടുക്കും. സംഭവം മനസ്സിലാവുന്നുണ്ടോ? അപ്പം കോറ്റ്പയിൽ മാത്രമാണോ കേസെടുക്കുക? അല്ല, അത് BNS-ന്റെ കറസ്പോണ്ടിങ് സെക്ഷൻ ഉണ്ടാവും. ഇതിന്റെ വീര്യത്തിന്റെ കണക്കുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഇൻഗ്രീഡിയൻസിന്റെ കണക്ക് വെച്ച് വളരെ കൂടിയ സാധനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പെട്ടെന്ന് കിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചു, അപ്പൊ വകുപ്പ് മാറി. കോപ്റ്റയിൽ നിൽക്കേണ്ടത്, പിഴയടച്ചിറങ്ങേണ്ടത് ചിലപ്പം NDPS ജാമ്യമില്ലാ വകുപ്പിൽ വരും. മനസ്സിലായോ? അതുപോലെ ഇപ്പൊ അബ്കാരി നിയമം എടുക്കുകയാണ്. അബ്കാരി നിയമത്തിൽ നമ്മൾ നോക്കുമ്പോ എന്താ, ബ്യൂറേജിലൊക്കെ പോയി ക്യൂ നിന്ന് മദ്യം മേടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാ പിന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഇച്ചിരി ഉണ്ടാക്കാമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല, കള്ളവാറ്റാണ്. അപ്പൊ എന്താണ്? അതിന് കേസ് വരും. അപ്പൊ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ട് അതിന് ഓരോ നിയമം കൊടുത്തിരിക്കുകയാണ്. ഈ പുകയില ഉൽപ്പന്നങ്ങളാണെങ്കിൽ കോറ്റ്പ, മറ്റേ കഞ്ചാവ് തുടങ്ങി കഞ്ചാവ് തൊട്ട് മുകളിലോട്ട് മെത്താഫെറ്റമിൻ, MDMA, മെത്താഫെറ്റമിൻ, പിന്നെ ഏതാണ് മറ്റേ ഒരു കല്ലുപോലെ ഉണ്ടല്ലോ മറ്റേ സിനിമയിൽ കടിച്ചു പൊട്ടിക്കുന്ന അത്, പിന്നെ ഈ പെത്തഡിൻ പോലെയുള്ള ഡ്രഗ്സ്, മോർഫിൻ പോലെയുള്ള സാധനങ്ങൾ, ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ്, ചരസ്, കൊക്കൈൻ, അതൊക്കെയാണ് എങ്കിൽ NDPS ആക്ടിലാണ് വരിക. NDPS is a very powerful act. NDPS Act is such a powerful act. ഈ സാധാരണഗതിയിൽ ഐ പ്രാക്ടീസിംഗ് ദ ഹൈക്കോർട്ട് ഓഫ് കേരള, സാധാരണഗതിയിൽ ഒരു 20 or 22 വയസ്സുള്ള കുട്ടികൾക്കെതിരെ എന്തെങ്കിലും ക്രിമിനൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ കോടതി ഒന്ന് കണ്ണടയ്ക്കും. ഹീസ് ഹാവിങ് എ സെവറൽ ഇയേഴ്സ് അഹെഡ്. ഒരു പ്രായത്തിന്റെ തിളപ്പ് കൊണ്ട് പറ്റിയതാണ്, ഒരു ക്രിമിനൽ കേസ് അല്ല, ബെയിൽ കൊടുക്കാം, ജാമ്യം കൊടുക്കാം എന്നുള്ള നിലയിലാണ് കോടതി കൊടുക്കുക. ബട്ട് ഇഫ് ദ കേസ് ഇസ് ചാർജ് അണ്ടർ NDPS ആക്ട്, ഒരു ദാക്ഷിണ്യവും കോടതിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട. ബെയിലിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, ജാമ്യത്തെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ആണ് NDPS, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെത്തഡിനും മോർഫിനും ഒക്കെ വരുന്നത്. മറ്റേത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്. അതുകൊണ്ടാണ് മോഹൻലാൽ പറയുന്നത് നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. അപ്പൊ നമ്മൾ സിലബസിന്റെ ആദ്യ ഭാഗം എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. സംഭവം മനസ്സിലായെന്ന് നിങ്ങളെ ആരെയും ടെൻഷൻ ആക്കാനോ ഇതായിട്ടോ അല്ല ഞാൻ പറയുന്നത്. കാരണം ചിലര് ഈ ഗൈഡ് വായിച്ചു പഠിച്ച വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പൊ അവരുദ്ദേശിക്കുന്നത് ഗൈഡിലെ പോലെ ക്ലാസ് എടുക്കണമെന്നാണ്. അവരുടെ കുഴപ്പമല്ല. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ലോയർ, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ലോയേഴ്സ് ക്ലാസ് എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ആം എ പ്രാക്ടീസിങ് ലോയർ, ഇതെങ്ങനെയാ പഠിപ്പിക്കേണ്ടത്, ഇതെങ്ങനെയാണ് ഇതിന്റെ ഓരോ സെക്ഷൻസ് വരുമ്പോൾ, ഇപ്പൊ നമ്മൾ അബ്കാരി ആക്ടിൽ ഇവിടെ പറയുന്ന കാര്യം ചിലപ്പോൾ NDPS ആക്ടിൽ കറസ്പോണ്ടിങ് സെക്ഷൻ ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പറയുക. അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ വരരുത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, എന്റെ അടുത്ത് അത് ക്ലിയർ ചെയ്യുക. സോ അപ്പം ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ. ജൂറിസ്ഡിക്ഷൻ, ഒരു എക്സൈസ് ഇൻസ്പെക്ടറുടെ പ്രദേശം, അദ്ദേഹം ഏതൊക്കെ പ്രദേശത്താണ് അതിന് അധികാരമുള്ളത്. അപ്പൊ ഇത് എവിടെ വരും, അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പം അബ്കാരി ആക്ട് പ്രകാരം അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷൻ ഏതൊക്കെ പ്രദേശങ്ങളാണ്, കോറ്റ്പ ആക്ട് പ്രകാരം, സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് പ്രകാരം അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷൻ എവിടെയൊക്കെ വരും. അടുത്തത് NDPS ആക്ട് പ്രകാരം ജൂറിസ്ഡിക്ഷൻ എവിടെയൊക്കെ വരും. ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ 3 ആക്ട് പ്രകാരവും ജൂറിസ്ഡിക്ഷന്റെ കാര്യം നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്യണം. 2 ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ്. അബ്കാരി ആക്ടിൽ എന്ത് പറയുന്നുണ്ട്, 40 to 53 വരെ. അബ്കാരി ആക്ടിന്റെ സെക്ഷൻ 40 മുതൽ 53 വരെ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ എന്തൊക്കെ ഡ്യൂട്ടി ചെയ്യണം, മെമ്മോ തയ്യാറാക്കണം. അപ്പൊ അതിൽ നമ്മളൊരു വാക്ക് വരും, മഹസർ.
നമ്മൾ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, വാഷ് പിടിച്ചെടുത്തു അല്ലെങ്കിൽ കോട പിടിച്ചെടുത്തു എന്നൊക്കെ. അപ്പൊ അവിടെ പോയിട്ട് സീൻ മഹസർ തയ്യാറാക്കണം. സുമാർ ഇത്ര ദൂരം മാറി ഇന്ന കാടിന്റെ ഉള്ളിൽ മെയിൻ റൂട്ടിൽ നിന്ന് സുമാർ 2 ദിവസത്തെ നടത്തും. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഡിസ്റ്റൻസ് അളക്കാൻ കഴിയില്ല, അപ്പൊ ദിവസക്കണക്ക് എടുക്കുക. സുമാർ 7 മണിക്കൂർ നടന്ന് ഞങ്ങൾ ഇന്ന പുഴയിൽ നിന്ന് ഇത്ര ദൂരം മാറി ഇവിടെ എത്തിയപ്പോൾ ഇവിടെ 12 കന്നാസുകളിലായി അല്ലെങ്കിൽ 12 വലിയ നീല കളറുള്ള ബാരൽ ഡ്രമ്മുകളിലായി ഏകദേശം 1000 ലിറ്ററോളം, എത്രയെന്ന് നമുക്ക് അളക്കാൻ പറ്റില്ലല്ലോ, 1000 ലിറ്ററോളം വാഷ് ബ്രാക്കറ്റിൽ കോട കണ്ടെത്തുകയും അത് ഇന്ന നേതൃത്വത്തിൽ നശിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് എഴുതണം. ഇനി അതുപോലെ മറ്റൊരു സാധനമുണ്ട്, സീസർ മഹസർ. നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള അറിയാം, ഈ കള്ളവാറ്റ് ചെയ്യുമ്പോൾ ഈ കന്നാസും അതിന്റെ സാധനങ്ങളും അതിന്റെ വള്ളിയും ആ പൈപ്പും ഒക്കെ തലയിൽ ചുമന്നുകൊണ്ട് ആൾക്കാരെ കൊണ്ട് നടത്തിക്കും, തലയെ വെച്ചുകൊണ്ട് നടത്തിക്കും. അപ്പൊ അതാണ്. അപ്പം ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ CCI ആണ്. ഇത് കോടതിയിൽ ഇത് തെളിയിക്കണ്ടേ? കുക്കർ, മറ്റേ അതിന്റെ പൈപ്പ്, ഇതൊക്കെ തെളിയിക്കണ്ടേ? അപ്പൊ നമ്മുടെ എറണാകുളം ജില്ലാ കോടതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോ അവിടെ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഏതോ ഒരു കേസിലെ തൊണ്ടിയാ. അപ്പൊ ഇതെന്ത് ചെയ്യണം? ഇതൊക്കെ പിടിച്ചെടുത്തു. അതുകൊണ്ട് എന്താണ് സീസർ മഹസർ തയ്യാറാക്കണം. അതുപോലെ പവർ ടു സെർച്ച്. നമ്മൾ BNSS പഠിക്കുമ്പോൾ വാറന്റ് ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കും. അപ്പൊ ആ വാറന്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ BNSS സത്യത്തിൽ സിലബസിലില്ല, പക്ഷെ നമുക്ക് ഈ വാറന്റിനെ കുറിച്ച് സെർച്ച് വാറന്റിനെ കുറിച്ച് BNSS-ലാണ് പറയേണ്ടത്. അപ്പൊ എന്താ വരുന്നത്? പവർ ടു സെർച്ച് എ പ്ലേസ്, CCI ആണ്. അവിടെയുള്ള വസ്തുക്കൾ ആവശ്യമെങ്കിൽ CCI ആണ്. ഇനി അടുത്തൊരു പ്രശ്നം അവിടെ കിടപ്പുണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ ഒക്യുപ്പന്റ് ഓഫ് ദി പർട്ടിക്കുലർ പ്ലേസ് ടു ബി സെർച്ച്ഡ് doesn't allow the excise inspector. എക്സൈസ് ഇൻസ്പെക്ടറെ എന്റെ ഒരു എക്സൈസ് ഇൻസ്പെക്ടർക്ക് വിവരം കിട്ടുകയാണ്, ഒരു വ്യക്തിയുടെ വീട്ടില് ഇച്ചിരി കഞ്ചാവ് ഉണ്ട് എന്ന്. അപ്പൊ ഈ വ്യക്തി സെർച്ച് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ഇയാൾ വീട് തുറക്കുന്നില്ല, അനുവദിക്കുന്നില്ല, സെർച്ച് അനുവദിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാൻ സാധിക്കും വെച്ചാൽ അത് BNSS-ൽ പറയുന്നുണ്ട്, ദി ഓഫീസർ ക്യാൻ യൂസ് റീസണബിൾ ഫോഴ്സ്. ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കിടക്കാം. ഇനി മറ്റൊരു വലിയ പ്രശ്നമുണ്ട്, ഈ എക്സൈസ് ഇൻസ്പെക്ടർമാരുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും. എന്താണ്? ഈ അവര് തന്നെ വീട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കഞ്ചാവ് ഒക്കെ പിടിച്ചു, അവര് തന്നെ കഞ്ചാവ് കൊണ്ടുവന്നിട്ട് അവര് തന്നെ വെച്ച് നമ്മളെ പിടിച്ചുകൊണ്ട് പോകും. പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പം സെർച്ച് ഓഫ് ബോഡി, ഒരു വ്യക്തിയുടെ ബോഡി സെർച്ച് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്താണ്? ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ മാത്രമേ ബോഡി സെർച്ച് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ മാത്രമേ ബോഡി സെർച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കൃത്യമാക്കിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കൊരു സെർച്ച് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് എവിടെയാണ്? ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ആണ്. മനസ്സിലായോ? ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സിലാണ്. സംഭവം സെറ്റല്ലേ? ഏതില്? അബ്കാരി ആക്ടിൽ പറയുന്നുണ്ട്. ഇനി ഇതേ കാര്യം തന്നെ എവിടെ പറയുന്നുണ്ട്? പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ഇൻസ്പെക്ടേഴ്സ് അണ്ടർ NDPS ആക്ട് ആൻഡ് കോട്ട്പ ആക്ട്. അബ്കാരി ആക്ടിൽ കുറെ പവേഴ്സ് പറയുന്നുണ്ട്, അത് ഈ സെക്ഷനിലാണ് പറയുന്നത്. ഇനി NDPS ആക്ട് എടുക്കുമ്പോൾ നമ്മൾ ആ ആക്ട് മുഴുവനായിട്ടൊന്ന് വായിക്കണം. ഇവിടെയല്ല, എന്റെ ഓഫീസിലാണ് ആക്ട് ഇരിക്കുന്നത്. ഞാൻ എന്തായാലും അടുത്ത ക്ലാസ്സിന് മുമ്പ് അത് എടുക്കും. അപ്പം പവേഴ്സ് ഓഫ് എക്സൈസ് ഇൻസ്പെക്ടറെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. പിന്നെ ഒരെണ്ണം വരുന്നത് NDPS ആക്ട്, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിൽ എന്തൊക്കെയാണ് അധികാരങ്ങളുള്ളത്, കോട്ട്പ ആക്ടിൽ എന്തൊക്കെയാണ് അധികാരങ്ങളുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഭാഗം, സിലബസിന്റെ ആദ്യത്തെ ഭാഗം വന്നിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് എക്സൈസിന്റെ ഒരു ഹയറാർക്കി. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ആദ്യം എടുത്തു പോകാം, അല്ലെങ്കിൽ അവസാനം എടുത്തു പോകാം. ഞാൻ മിക്കവാറും എടുക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനും കാര്യങ്ങളും ആദ്യം അങ്ങ് എടുക്കും. പിന്നെ ഇതുപോലെയുള്ള ഈ ഹയറാർക്കി അത് നമുക്ക് ഒരു ദിവസം അല്ലെ 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങളാണ്. താഴെ വരുമ്പോൾ എന്താണ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ആൽക്കഹോളിസത്തിന്റെ സൈഡ് എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഏറ്റവും അവസാനം എടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ്, അത് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ടാണ് വരിക. സെക്ഷൻ 30 സെക്ഷൻ 44 എന്ത് പറയുന്നു, കോർട്ട് ആക്ടിന്റെ സെക്ഷൻ 12 എന്ത് പറയുന്നു, NDPS ആക്ടിൽ ബോഡി സെർച്ച് നടത്തേണ്ട പ്രൊസീജിയർ എന്താണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലാതെ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന ക്വസ്റ്റ്യൻസ് അവിടെ ഇല്ല.
മനസ്സിലാക്കണം. എന്താ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഫോർത്ത് എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവ് ആണ്. അതിനൊക്കെയാണ് നമുക്ക് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. ഇനി ഡ്യൂട്ടി, യെസ് നോക്കൂ. ഡ്യൂട്ടി ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻ ചാർജ് ഓഫ് റേഞ്ച് ഓഫീസേഴ്സ്. ജൂറിസ്ഡിക്ഷൻ ത്രൂ ഔട്ട് ദി സ്റ്റേറ്റ്. ഓക്കെ, ത്രൂ ഔട്ട് ദി സ്റ്റേറ്റ് ഓഫ് കേരള. എക്സൈസ് റേഞ്ചുകൾ ഉണ്ട്. ഓക്കെ, റേഞ്ച് ഓഫീസുകൾ ഉണ്ട്. എക്സൈസ് റേഞ്ചുകൾ നമ്മൾ ഫോറസ്റ്റിന് ഡിവിഷനുകൾ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ പോലീസിൽ സർക്കിൾ എന്ന് പറയുന്നത് പോലെ, ഫോറസ്റ്റ് എക്സൈസിൽ നമ്മൾ പറയുക റേഞ്ച് എന്നാണ് പറയുക. ഓക്കെ, ഇന്ന റേഞ്ച് ഒരു എക്സൈസ് റേഞ്ച് ആണത്. അപ്പൊ റേഞ്ച് ഓഫീസ് ഉണ്ടാവും. എക്സൈസ് ഇൻസ്പെക്ടർമാരെ ചിലപ്പോഴൊക്കെ റേഞ്ച് ഓഫീസുകളിൽ ചാർജ് കൊടുക്കും. നമ്മുടെ SI മാർക്ക് അല്ലെങ്കിൽ SHO മാർക്ക് പോലീസിൽ ചാർജ് കൊടുക്കുന്നത് പോലെ, സ്റ്റേഷൻ ചാർജ് കൊടുക്കുന്നത് പോലെ റേഞ്ച് ഓഫീസുകളിൽ എക്സൈസ് ഇൻസ്പെക്ടർമാർക്ക് ചാർജ് കൊടുക്കും. അപ്പൊ അവരുടെ ഡ്യൂട്ടി എന്താണ്? ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ടു എക്സസൈസ് all powers and to perform all duties of the commissioner in respect of issue special permits under section 11 of the Abkari Act concurrently with the commissioner and subject to control of the commissioner. അപ്പൊ എന്താണ് ഒരു കൺകറൻസ്, ഒരു ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ആണ് അവിടെ നടക്കുന്നത്. എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ? ഓക്കെ, സെക്ഷൻ 11 പ്രകാരം എന്താണ് റേഞ്ചിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അതിനിപ്പോ എന്താണ് അപ്പൊ ഒരു ഉദാഹരണം പറയാം, ഏറ്റവും ഉദാഹരണം പറയാം. ഒരു നിയമപരമായിട്ടുള്ള വലിയൊരു തെറ്റാണ്. ഈ വീടുകളിലൊക്കെ സ്വകാര്യ ചടങ്ങുകൾ നടക്കുമല്ലോ. ഇപ്പൊ കല്യാണമോ ആമോദീസായോ പെരവാസ്തുലിയോ അങ്ങനെ എന്തെങ്കിലും നടക്കുമ്പം നമ്മൾ മദ്യം കൊടുക്കും. അങ്ങനെ മദ്യം കൊടുക്കാൻ സത്യത്തിൽ പെർമിഷൻ ഇല്ല. ഒരാൾക്ക് കൈവശം വെക്കാവുന്നതും വിളമ്പാവുന്നതുമായ മദ്യത്തിന് പരിധിയുണ്ട്. വിദേശ മദ്യമാണെങ്കിൽ ഇത്ര, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ആണെങ്കിൽ ഇത്ര, ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ആണെങ്കിൽ ഇത്ര, CSD പട്ടാളക്കാർക്കുള്ള മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് കൊടുക്കുന്നതാണെങ്കിൽ ഇത്ര, നാടൻ കള്ളാണ് എങ്കിൽ ഇത്ര. ഇതിന് ലിമിറ്റ് ഉണ്ട്. പരമാവധി എനിക്ക് തോന്നുന്നു 4 ലിറ്റർ ആണ് കൊടുക്കാൻ പറ്റുക. പരമാവധി ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റുന്നത് 4 ലിറ്റർ ആണ്. നോക്കൂ, ഒരു കല്യാണത്തിനൊക്കെ 4 ലിറ്ററും കൊണ്ട് വല്ലോ ആവുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു 10-20 കുപ്പിയൊക്കെ മേടിച്ച് പരിപാടി നടത്തും. അപ്പൊ അങ്ങനെ പരിപാടി നടത്താൻ അനുമതി ഉണ്ടോ? അനുമതിയില്ല. പിടിച്ച ആ പരിപാടി നടത്തുന്നവനും കുടുങ്ങും, ആ കുപ്പി മുഴുവൻ എക്സൈസുകാർ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ സാധാരണയായിട്ട് എന്ത് ചെയ്യും? നമ്മളൊരു ടെമ്പററി ലൈസൻസ് എടുക്കും. ടെമ്പററി ആയിട്ട് കല്യാണത്തിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വകാര്യ ചടങ്ങുകൾക്ക് എനിക്ക് തോന്നുന്നു 25,000 രൂപയൊക്കെ കെട്ടണം. എനിക്ക് തോന്നുന്നത് മദ്യത്തിന്റെ അളവനുസരിച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് എടുത്തിരുന്നു, അവന്റെ സഹോദരിയുടെ കല്യാണത്തിന് ടെമ്പററി ലൈസൻസ് എടുത്തിരുന്നു. അപ്പൊ അവന് 25,000 കെട്ടിയെന്നാണെന്ന് പറഞ്ഞത്. അപ്പൊ ഏതാണ്ട് 25,000 രൂപയോളം കെട്ടി നമുക്ക് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറത്തേക്ക് ഇത്ര മദ്യം, അതിനും കണക്കുണ്ട് കേട്ടോ, ഇത്ര മദ്യം കൊടുക്കാനായിട്ട് കണക്കുണ്ട്. അപ്പൊ അത് നമ്മൾ എവിടെയാ ചെയ്യുക? അത് സാധാരണ എക്സൈസ് കമ്മീഷണറുടെ അടുത്ത് നിന്നാണ് നമ്മളത് വാങ്ങേണ്ടത്. എക്സൈസ് കമ്മീഷണർ എപ്പോഴും അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സൈസ് ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്ന് സെക്ഷൻ 11 പ്രകാരം അത് വാങ്ങാൻ പെർമിഷനും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ, മനസ്സിലായോ? പിന്നെ സെർച്ച് നടത്തുന്ന കാര്യങ്ങൾ, അങ്ങനെ സെക്ഷൻ 11 കുറെ പവേഴ്സ് കൊടുക്കുന്നുണ്ട് ഫോർ റേഞ്ച് ഓഫീസേഴ്സ്. അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. അപ്പം റേഞ്ച് ഓഫീസിൽ പോസ്റ്റ് ചെയ്യുന്നവരുടെ ഡ്യൂട്ടീസ് സെക്ഷൻ 11 പ്രകാരം വരുന്നു. അവരുടെ അല്ലാതെ ജനറൽ ആയിട്ടുള്ള പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് സെക്ഷൻ 40 മുതൽ 53 വരെ വരുന്നു. അണ്ടർ അബ്കാരി ആക്ട്, കോപ്റ്റ ആക്ടിൽ വരുന്നതും അതുപോലെ NDPS ആക്ടിൽ വരുന്നതും വേറെ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ ഇരിക്കാം. യെസ്, ഇനി അടുത്തൊരെണ്ണം വരുന്നത് ബ്രൂവറീസ് ആൻഡ് വൈനറീസ് ആണ്. ഓക്കെ, ദൈവം സഹായിച്ച് നമുക്ക് കേരളത്തിൽ ഈ ബ്രൂവറീസിന്റെ വൈനറീസിന്റെ എണ്ണം വളരെ കുറവാണ് കേട്ടോ. ബ്രൂവറീസ് ആൻഡ് വൈനറീസിന്റെ എണ്ണം കേരളത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് ഇതിന് പ്രകാരം വലിയ, എനിക്കൊന്ന് പാലക്കാട് ഒരു യുണൈറ്റഡ് ബ്രൂവറീസ് ഉണ്ട്. പിന്നെ തിരുവല്ലയിൽ ട്രാവങ്കൂർ ഷുഗർ ആൻഡ് കെമിക്കൽസ് ഉണ്ട്. അങ്ങനെ വളരെ കുറച്ച് ഡിസ്റ്റിലറീസേ കേരളത്തിലുള്ളൂ. എന്താണെങ്കിലും എന്താണ് അവിടെ എക്സൈസ് ഇൻസ്പെക്ടറുടെ എന്തൊക്കെയാണെന്നുള്ളത്? ജൂറിസ്ഡിക്ഷൻ ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ്, ഒരു എക്സൈസ് ഇൻസ്പെക്ടർക്ക് എന്തൊക്കെ അധികാരങ്ങൾ ഉപയോഗിക്കാം? ടു എക്സസൈസ് ആൾ പവേഴ്സ് ആൻഡ് പെർഫോം ആൾ ദി ഡ്യൂട്ടീസ് ഓഫ് ദി കമ്മീഷണർ ഇൻ റെസ്പെക്ട്, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, പെർമിറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 11 പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ലിക്വർ, അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ ഇൻടോക്സിക്കന്റ് സബ്സ്റ്റൻസസ് അതിനൊരു മൾട്ടിപ്പിൾ ട്രാൻസിറ്റുകൾ വേണം, അല്ലെങ്കിൽ അതിന് മൾട്ടിപ്പിൾ പെർമിഷൻസ് വേണം. ഇപ്പം ഡിസ്റ്റിലറി പെർമിഷൻ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് അതിന് ട്രാൻസ്പോർട്ട് പെർമിഷൻ ഉണ്ടാവണമെന്നില്ല. ഇപ്പം ഒരാൾക്ക് ഡിസ്റ്റിലറി ലൈസൻസ് കിട്ടിയെന്ന് കരുതിക്കോ,
ഡിസ്റ്റിലറി ലൈസൻസ് കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്ഥലത്ത് മദ്യം ഉണ്ടാക്കാനുള്ള അധികാരം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ ഉണ്ടാക്കിയ മദ്യം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേറെ ലൈസൻസ് എടുക്കണം. ആ ട്രാൻസ്പോർട്ട് ചെയ്ത മദ്യം ബ്ലെൻഡ് ചെയ്യാൻ വേറെ ലൈസൻസ് എടുക്കണം. ബ്ലെൻഡ് ചെയ്ത മദ്യം വിൽക്കാൻ വേറെ ലൈസൻസ് എടുക്കണം. കാരണം ഇത് ഇത്രയും ലൈസൻസ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ മനമെടുത്തിട്ടിട്ട് പോകൂലേ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ലഭ്യത കുറയ്ക്കുക. Okay, for transport of liquors made or issued from distilleries, warehouses, breweries, wineries, which they are in charge in concurrently with the commissioner, subject to the control of the commissioner. Okay, commissioner അനുവാദത്തോടു കൂടി സെക്ഷൻ 11 നമുക്ക് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഓക്കെ, അത് എനിക്ക് 1.5 മണിക്കൂർ എടുക്കുക ക്ലാസ്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതിന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന എക്സൈസ് കമ്മീഷണറുടെ. അപ്പൊ സെക്ഷൻ 11 വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 11 ഓഫ് അബ്കാരി ആക്ട് നമുക്കൊരു തങ്ക ലിപികൾ കൊണ്ട് നമ്മുടെ നോട്ട് പുസ്തകങ്ങളിലും മെറ്റീരിയലിലും ഒക്കെ എഴുതി വെക്കാനുണ്ട്. കാരണം അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഡ്യൂട്ടി ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻ ചാർജ് ഓഫ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ആൻഡ് എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റെസ്പെക്റ്റീവ് ജൂറിസ്ഡിക്ഷനിലാണ് വരുന്നത്. ഇവിടെ എവിടെയാ വരുന്നത്? ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ടു ദി അബ്കാരി ഓഫീസേഴ്സ് ഇൻ റിലേഷൻ ടു ഫങ്ഷൻസ് അസൈൻഡ് ടു ദം ബൈ വിർച്യൂ ഓഫ് ദെയർ റെസ്പെക്റ്റീവ് പോസ്റ്റ് ഓർ ഡെസിഗ്നേഷൻ ഫോർ ദി പർപ്പസ് ഓഫ് സെക്ഷൻ 31, 32, 34, 35, 38, 39, 53 ഓഫ് അബ്കാരി ആക്ട്. അപ്പൊ എന്താണ്? അബ്കാരി ആക്ടിന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ സെക്ഷനുകളും നമ്മൾ പഠിക്കണം ഇനീഷ്യലി. അതായത് എന്ന് പറഞ്ഞാൽ ഒരു 53 വരെയുള്ള എല്ലാ സെക്ഷനുകളും പഠിക്കണം. ഓക്കെ, ഒരു 53 വരെയുള്ള എല്ലാ സെക്ഷനുകളും നമ്മൾ അബ്കാരി ആക്ടിന്റെ നമ്മൾ പഠിക്കും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അബ്കാരി ആക്ടിന്റെ 53 വരെ, അപ്പൊ ഇപ്പൊ നമ്മൾ തുടങ്ങുന്നത് 31 41, 40 to 53 നമ്മൾ നേരത്തെ പറഞ്ഞു, 31 ഇപ്പൊ പറഞ്ഞു. അപ്പൊ നിങ്ങൾ കരുതുന്ന 1, 2 ഒന്നും പഠിക്കണ്ടല്ലോ എന്ന്. ഏത് നിയമം എടുത്താലും അതിന്റെ 1ാമത്തെ സെക്ഷനും 2ാമത്തെ സെക്ഷനും പഠിക്കണം. അത് സിലബസിൽ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പഠിക്കണം. കാരണം 1ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഷോർട്ട് ടൈറ്റില് ഡെഫിനീഷൻ, അതിന്റെ ഷോർട്ട് ടൈറ്റില് എക്സ്റ്റെന്റ് ഓഫ് ദി ആക്ട്, ഡേറ്റ് ഓഫ് കമൻസ്മെന്റ്, ആ നിയമത്തിന്റെ പേരെന്താണ്, ആ നിയമം ഏത് ദിവസം മുതലാണ് നിലവിൽ വന്നിരിക്കുന്നത്, 3 ആ നിയമം എവിടെയൊക്കെ ബാധകമാണ്. 2ാമത്തെ സെക്ഷനിൽ വരുന്നത് ഡെഫിനീഷൻസ് ആണ്. ഇപ്പൊ ഇതിൽ ആൽക്കഹോൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ആൽക്കഹോൾ എന്ന് അബ്കാരി ആക്ടിൽ പറഞ്ഞാൽ അതിൽ ആൽക്കഹോൾ എന്താണ് ആൽക്കഹോൾ? റേഞ്ച്. ഇപ്പൊ ഉദാഹരണം പറയാണ്, റേഞ്ച് നമ്മൾ പറഞ്ഞു റേഞ്ച് ഓഫീസ്. അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ് റേഞ്ച്? ആ ഡെഫിനീഷൻ ഒക്കെ സെക്ഷൻ 2 പറയുക. അപ്പൊ ഏതൊരു നിയമം നിങ്ങൾ പഠിച്ചാലും സിലബസിൽ ഇല്ല, അതുകൊണ്ട് സെക്ഷൻ 1ഉം 2ഉം ഞങ്ങൾ പഠിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. 1ഉം 2ഉം നിർബന്ധമാണ്. ഇത് ഏത് നിയമം എടുത്താലും അത് പഠിക്കണം. അപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങുന്നത് തന്നെ സെക്ഷൻ 1ഉം 2ഉം ഓഫ് അബ്കാരി ആക്ട് വെച്ചിട്ടായിരിക്കും. കാരണം ഇതിൽ ഡെഫിനീഷൻസിൽ കുറെ പഠിക്കാനുണ്ട്. ഇപ്പൊ നാർക്കോട്ടിക് സബ്സ്റ്റൻസസ് അത് എന്തിന്റെയൊക്കെ പരിധിയിലാണ് വരിക? ആൽക്കഹോള്. ഇനി അരാക്ക്, നാടൻ ചാരായം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, അതെന്തിന്റെ പരിധിയിൽ വരും? കോപ്റ്റി എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന തമ്പാക്ക് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ അതെന്തിന്റെ പരിധിയിലാണ് വരിക? അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് നിയമങ്ങൾ, there is a plethora of words to be understood. നമുക്ക് മനസ്സിലാക്കേണ്ട, നമ്മൾ കൃത്യമായി ഉപയോഗിക്കേണ്ട ഒരു കൂട്ടം വാക്കുകളുണ്ട്. മനസ്സിലായോ? ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ തണ്ടറും 2 ഓപ്പറേഷനുകൾ ഉണ്ട്, അറിയായിരിക്കുമല്ലോ അല്ലെ? ഓപ്പറേഷൻ തൂഫാൻ ആൻഡ് ഓപ്പറേഷൻ തണ്ടർ. തൂഫാൻ, തണ്ടർ എന്നിങ്ങനെ 2 ഓപ്പറേഷൻസ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഡ്രഗ് അബ്യൂസിനെ കുറിച്ചും ആൽക്കഹോളിസം, അതിന്റെ ഡി അഡിക്ഷൻ, സഞ്ജീവനി ഒരു ഡി അഡിക്ഷൻ പ്രോഗ്രാം ഒക്കെ സർക്കാരിൻ്റെതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രൊജക്ടുകളെ കുറിച്ചൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് പാർട്ട്. സിലബസിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. കമ്പാരിറ്റീവ്ലി ഇപ്പൊ SIയുടെ സിലബസോ അല്ലെങ്കിൽ ജയിലറുടെ സിലബസോ മറ്റോ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു സിലബസ് ആണ്. ഓക്കെ, വളരെ ചെറിയ സിലബസ് ആണ് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള സിലബസ് ആണ്. കിട്ടിയോ? അപ്പൊ 4, 4, 4, 4, 4, 4, 4, 2 20 മാർക്കിന്റെ പറയുമ്പോൾ 4 മാർക്കിന്റെ 4 മൊഡ്യൂളുകൾ 16 മാർക്ക്, പിന്നെ ഒരു ഈസി ടോപ്പിക്.
പിന്നെ ഒരു ഈസി ടോപ്പിക് ആയിട്ടുള്ള ഇതും. യെസ്, പോയിന്റ് കിട്ടിയോ? അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റ് വരിക. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, നമുക്ക് കുറച്ച് PYQs ഒന്ന് നോക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ് ഇതിന്റെ നടപടികൾ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു PYQs വെച്ച് നമുക്കൊന്ന് നോക്കാം.